അമേരിക്ക കാനഡ വാണിജ്യ തർക്കം രൂക്ഷമാകുന്നു. താരിഫ് നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് US കാനഡ ചർച്ചകൾ നിർത്തിവെക്കുന്നതായി ട്രംപ് അറിയിച്ചു. അമേരിക്കൻ IT സ്ഥാപനങ്ങൾക്ക് 3% തീരുവ ചുമത്താനുള്ള കാനഡയുടെ നീക്കത്തെ തുടർന്നാണ് ചർച്ചകൾ നിർത്തിവെച്ചത്. തിങ്കളാഴ്ച മുതൽ അമേരിക്കൻ IT കമ്പനികൾക്ക് 3% അധിക താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് കാനഡയുടേത്. ഇതേ തുടർന്നാണ് ട്രംപ് താരിഫ് ഡീലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിർത്തിവെച്ചത്. അടുത്തയാഴ്ചയോടെ കാനഡയ്ക്ക് പുതിയ താരിഫ് നിരക്ക് പ്രഖ്യാപിക്കുമെന്നും ട്രംപ് അറിയിച്ചു. കാനഡയുടെ ബജറ്റ് കമ്മി ബാധ്യതകൾ ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്നും ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നു. കാനഡയുമായുള്ള താരിഫ് സംബന്ധമായ എല്ലാ ചർച്ചകളും നിർത്തിവെച്ചതായും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. In the face of unrelenting economic warfare, the United States can no longer continue with a policy of unilateral economic surrender. We cannot pay the deficits of Canada, Mexico, and so many other countries. We used to do it. We can't do it anymore. We take care of countries all over the world. We pay for their military. We pay for everything they have to pay. And then when you want to cut back a little bit, they get upset that you're not taking care of them any longer. But we have to take care of our people, and we're going to take care of our people first. And I'm sorry to say that. കാനഡ ഡയറി ഉൽപ്പന്നങ്ങൾക്ക് 400%-ഓളമാണ് അധിക താരിഫ് ചുമത്തുന്നത്. വർഷങ്ങളായി തുടരുന്ന ഈ അധിക താരിഫിന് പുറമെയാണ് പുതിയ താരിഫെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. അധികാരത്തിലെത്തിയ ദിവസങ്ങളിൽ തന്നെ കാനഡയ്ക്ക് 25% അധിക താരിഫ് ഏർപ്പെടുത്താൻ ട്രംപ് തീരുമാനിച്ചിരുന്നു. കാനഡയിൽ തെരഞ്ഞെടുപ്പും പുതിയ സർക്കാർ വരുന്ന സാഹചര്യത്തിലും താൽക്കാലികമായി അധിക താരിഫ് ചുമത്തുന്നത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.